മോർണിംഗ് വീഡിയോസിൽ പറഞ്ഞ പോലെ ഇന്നലെ നമുക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നും ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. നമ്മൾ ഗാർഡൻ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ദിവസമാണ് മാറ്റി വെച്ചിരുന്നത്. എന്നാലും ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴേക്കും ഒരുവിധം മെനയിലേക്കാക്കി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ ഇപ്പോൾ ഒരുവിധമൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ചെറിയൊരു സ്ഥലം മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുള്ളൂ. അത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ചെടികളൊന്നും സ്ഥാനത്തല്ല ഇരിക്കണത്. ഇനി ഓരോ ചെടീനെയും അതിൻ്റെ വെയിലും തണൽ വേണ്ട ചെടിയും വെയിൽ വേണ്ട ചെടിയും വെള്ളം വേണ്ട ചെടി വെള്ളം വേണ്ടാത്ത ചെടി അങ്ങനെയുള്ള ഓരോ അതിൻ്റെ സ്പെഷ്യാലിറ്റിയും നോക്കിയിട്ട് നമ്മൾ മാറ്റി മാറ്റി വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഓടണതിനനുസരിച്ച് നമ്മളും ചെടികൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അതുമ്മ പൂക്കൾ കുറയും. അതാണ് പൂച്ചെടികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. വെളിച്ചം നല്ല രീതിക്ക് കിട്ടിയാൽ മാത്രമാണ് ചെടികൾ നന്നായിട്ട് പൂവിടുള്ളൂ. ഈ ജമന്തിയുടെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ആ ജമന്തിയുടെ കഥ നമ്മൾ ഇന്നലെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാൾസത്തിനൊക്കെ ഏകദേശം ഒരു 11 മണി വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 2 മാസമായ ബാൾസം തൈകളാണ്. അപ്പോൾ അവർ പൂവിടേണ്ട സമയമായിട്ടും അവർ പൂവിട്ടിട്ടില്ല. അപ്പോൾ നമ്മളിനി അതിന് കുറേശ്ശെ വളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്രാവശ്യം നമ്മൾ മൈക്കോറൈസ എന്ന് പറയണ അത് അടങ്ങിയിട്ടുള്ള റാലി ഗോൾഡ് എന്ന് പറയണത് ടാറ്റ കമ്പനിയുടെയാണ്. അപ്പോൾ അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് DAPയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് ആവശ്യമായ ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതൽ അടങ്ങിയിട്ടുള്ള NPK നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നൈട്രജൻ്റെ അളവ് വളരെ കുറവാണ്. ഇങ്ങനത്തെ ഫെർട്ടിലൈസേഴ്സ്, അതായത് NPK പോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇതുപോലെ ഇത് നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിക്കണ തീരെ കുഞ്ഞല്ല എങ്കിലും അതിലും കുറച്ചും കൂടി വലുപ്പമുള്ള സ്പൂണാണ് അളവ് പാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ 1 സ്പൂണാണ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ എടുക്കണത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് കൊള്ളണ ഒരു പാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ പാത്രം കൊണ്ട് ഒരു പാത്രം വെള്ളമാണ് നമ്മൾ മൊത്തം കലക്കി കഴിഞ്ഞിട്ട് ഓരോ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ നമ്മൾ സ്പൂണിലെടുക്കുമ്പോൾ അതിൽ ശരിക്കും വടിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ എടുക്കണ്ടോ. കൂമ്പാരം കൂട്ടിയിട്ടൊന്നും എടുക്കരുത്. ചെറിയ അളവിലുള്ള ഡിഫറൻസ് ഉണ്ടായാൽ മതി ചെടി അടിച്ചു പോകാനായിട്ട്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അളവ് അളന്നിട്ട് തന്നെ വേണം കൊടുക്കാനായിട്ട്. അത്രയും സ്പൂണിൽ 1 സ്പൂൺ എടുത്താൽ 1 ലിറ്റർ വെള്ളത്തിലേക്ക് അത് മതിയാവും. അപ്പോൾ നമ്മൾ അത് കലക്കിയിട്ട് അതിപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ 5 സ്പൂൺ എടുക്കണമെങ്കിൽ 5 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അതുകൊണ്ട് ഓരോ പാത്രമാണ് ഞാനിവിടെ അളവ് വെച്ചിട്ടുള്ളത്. ആ പാത്രം കൊണ്ട്, അതായത് നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കണം, നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആണെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളമേ കൊള്ളാവൂ. അതിലും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ആപത്താണ് കേട്ടോ. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒന്നും കൂടി ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.